നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപി ഡീലുണ്ടെന്ന് ആരോപിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല സിപിഎം എന്ന് മുഖ്യമന്ത്രി. LDF വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ രാത്രി 7-ന് ശേഷം ആദ്യം പാറമേക്കാവും തുടർന്ന് തിരുവമ്പാടിയും വെടിക്കെട്ട് നടത്തും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. സാമ്പിൾ വെടിക്കെട്ട് TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഗായകനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിക്ക് മുതലയുടെ കടിയേറ്റു. വേവർലി എസ്റ്റേറ്റ് തൊഴിലാളി രാമുവിന്റെ മകൻ 17 വയസ്സുള്ള അജയിനാണ് മുതലയുടെ കടിയേറ്റത്. ചാലക്കുടി പുഴയുടെ അതിരപ്പള്ളി ഭാഗത്ത് മുതല കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ കണ്ടെത്തി. 7 കുഞ്ഞുങ്ങളെയാണ് പുഴയോട് ചേർന്ന പ്രദേശത്ത് കണ്ടത്. തൃശൂർ അരണാട്ടുകര തോപ്പിൻ മൂലയിൽ മലയണ്ണാനെ റോഡിൽ ചത്ത നിലയിൽ കണ്ടെത്തി. വാഹനമിടിച്ചാണ് മലയണ്ണാൻ ചത്തത്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ. ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 6795 രൂപയും പവന് 720 രൂപ കൂടി 54,360 രൂപയുമായി. 2 മാസത്തിനുള്ളിൽ ഒരു പവന് 8000 രൂപയിലേറെ വർധനവാണുണ്ടായത്. മുള്ളൂർക്കരയിൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാളാപ്പള്ളിപ്പുറത്ത് അടഞ്ഞുകിടന്നിരുന്ന വീട് കുത്തി തുറന്ന് മോഷണം. കാട്ടുപറമ്പിൽ രാമചന്ദ്രന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 പവന്റെ ആഭരണങ്ങളും 2000 രൂപയുമാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ വീടിന് സമീപമുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ ഇളംകുന്ന് മുള്ളംകുഴി ചന്ദ്രൻ മകൻ 42 വയസ്സുള്ള ജയേഷാണ് മരിച്ചത്. മാള ഗുരുതിപ്പാല വെട്ടുകടവ് റോഡ് നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മണ്ണ് മോഷണം പോയത് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ധർണ നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ കുട സമർപ്പണം നടന്നു. മേൽശാന്തി ആദ്യ കുട സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭാരവാഹികളും ഭക്തരും തട്ടകക്കാരും കുട സമർപ്പിച്ചു. ആലപ്പാട് ഇരട്ടപ്പാലം കനാൽ റോഡ് പരിസരത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. സാഫല്യം റോഡ് പരിസരവാസികളായ 12 കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമത്താൽ ദുരിതത്തിലായത്. കനാൽ റോഡിലൂടെയുള്ള പൈപ്പ് ലൈനിലെ തടസ്സം മാറ്റി കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രൊഫസർ MN വിജയൻ സ്മാരക പുരസ്കാരം കവിയും ചിന്തകനും ഗ്രന്ഥകാരനുമായ PN ഗോപികൃഷ്ണന് ഡോക്ടർ സുനിൽ P ഇളയിടം സമർപ്പിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പാറമേക്കാവ് ഭഗവതിക്ക് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടന്നു. തിങ്കളാഴ്ച ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയുടെ പള്ളിയുറക്കം മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു. കോടാലിയിൽ പൊതുമരാമത്ത് റോഡരികിലെ തുറന്ന കാന അപകട ഭീഷണി ഉയർത്തുന്നു. കോടാലി അന്നാമ്പാടം ജംഗ്ഷന് സമീപത്താണ് റോഡരികിലെ കാന തുറന്നു കിടക്കുന്നത് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. വടക്കാഞ്ചേരി കുമരനല്ലൂർ നാട്ടുകൂട്ടത്തിന്റെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹാദരം സംഘടിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി പാറമേൽപ്പടിയിൽ വയോധികനെ പൊതുകിണറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 61 വയസ്സുള്ള കണ്ണൻ എന്ന ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജാഫർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ സിവിൽ സർവീസ് കോച്ചിംഗിന് തുടക്കമായി. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PS മനോജ് കുമാർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ തുടങ്ങിയതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്. പൂരത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ 3200ഓളം പോലീസിനെയും 60ഓളം DYSPമാരെയും നിയമിക്കും.
പൂരനഗരിയിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. തെക്കേ ഗോപുര നടയിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും പങ്കെടുത്തു. മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ രാജ്യം പിന്തുടർന്നു വന്ന ഭരണഘടനാ മൂല്യങ്ങളും നിയമവാഴ്ചയും അട്ടിമറിക്കപ്പെട്ടുവെന്ന് AIYF ദേശീയ ജനറൽ സെക്രട്ടറി ആർ തിരുമലൈ. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും തിരുമലൈ. തീരത്തോട് ചേർന്ന അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം വടക്കേക്കര കുഞ്ഞിത്തൈ സ്വദേശി അജി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇടയൻ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ വിവിധ ജില്ലകളിലെ സ്പോർട്സ് അക്കാദമികളിലേക്കുള്ള കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള സോണൽ തല സെലക്ഷൻ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടത്തും. തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ മാസം 17, 18, 21 തീയതികളിലായി സോണൽ സെലക്ഷൻ നടത്തുന്നത്. പ്രശസ്ത ബാംസുരി വാദകൻ ഹരിപ്രസാദ് ചൌരസിയുടെ ശിഷ്യൻ ദിഗ്വിജയ് സിംഗ് ചൌഹാൻ നയിക്കുന്ന ബാംസുരി ശില്പശാല നാളെ മുതൽ 21 വരെ കുന്നത്തങ്ങാടി മാനവ സംഗീത വിദ്യാലയത്തിൽ സംഘടിപ്പിക്കും. ബിഗ്നർ, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് തലങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ പുല്ലാമ്പുഴൽ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പങ്കെടുക്കാം. കോൾ ബേഡേഴ്സ് കളക്ടീവിന്റെ ആഭിമുഖ്യത്തിൽ കോൾ നിലങ്ങളിലെ ജൈവ വൈവിധ്യം വിഷയമാക്കിയുള്ള ഫോട്ടോ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കളക്ടർ VR കൃഷ്ണതേജ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് മുതൽ ഉപചാരം ചൊല്ലി പിരിയൽ വരെയുള്ള ദിവസങ്ങളിൽ സൌജന്യ ആംബുലൻസ് സേവനവും സൌജന്യ ഭക്ഷണ കുടിവെള്ള വിതരണവും ആക്സിന്റെ നേതൃത്വത്തിൽ ഒരുക്കും. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് നാളെ വൈകിട്ട് 7 മുതൽ 20 ഉച്ചയ്ക്ക് 12 വരെ 4 നാൾ നീളുന്ന സേവനമൊരുക്കുമെന്ന് ആക്സ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് മേയർ MK വർഗീസ്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം അഹിന്ദുവും കയറിയതായി പരാതി. ഇത് സംബന്ധിച്ച് ചാലക്കുടി സ്വദേശി KP ശ്രീകുമാരൻ ഉണ്ണി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകി. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ കാനയിൽ സ്ത്രീ വീണു. കോലഴി സ്വദേശിനിയായ സ്ത്രീയാണ് കാനയിൽ വീണത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.